അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന, അറിവിന്റെ വിഷയത്തിൽ തുല്യതയില്ലാത്ത, ഇൽമിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന നാസിറുസ്സുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാമുന ശാഫിഈ റഹിമഹുള്ളയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇമാം ഷാഫിക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഏടുകൾ പറയുകയും കേൾക്കുകയും ചെയ്യുക വഴി അത് നന്മകളെ ജീവിതത്തിൽ പകർത്തുവാനും ആ വഴിയിൽ ഗമിക്കുവാനുള്ള തൗഫീഖുമെല്ലാം റബ്ബ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ഷാഫിക്കുള്ള സ്ഥാനപ്പേര് നാസിറുസ്സുന്ന എന്നാണ്. സുന്നത്തിനെ സഹായിച്ചവൻ. രണ്ടർത്ഥത്തിലും അദ്ദേഹം നാസിറുസ്സുന്നയാണ്. ഹദീസുകൾക്ക് ചെയ്ത സേവനമാണ് ഒന്നാമതായി അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ഹദീസുകൾക്ക് അതിനു മുമ്പും പലരും സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റാരും ചെയ്തിട്ടില്ലാത്ത ചില മേഖലകൾ ഹദീസുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്തവരാണ് ഇമാം ഷാഫി റഹിമഹുല്ല. അതോടൊപ്പം അഹ്ലുസുന്നക്ക് എല്ലാ രംഗത്തും നേതൃപരമായ നേതൃത്വം വഹിച്ച് അഖീദയിലും ഫിഖ്ഹിലും ഹദീസിലുമെല്ലാം അഹ്ലുസുന്നക്ക് വലിയ സഹായിയായി വർത്തിച്ച ആളുകൂടിയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. 150 അദ്ദേഹം ജനിക്കുന്നത്. 204 54 വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. മാത്രവുമല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വഫാത്തായ അതേ വർഷത്തിലാണ് ഇമാം ഷാഫി റഹിമഹുല്ല ജനിച്ചത്. അതുകൊണ്ടാണ് ഒരു നക്ഷത്രം അസ്തമിച്ചപ്പോൾ മറ്റു നക്ഷത്രം ഉദിച്ചുവെന്ന് അവരെക്കുറിച്ച് ചരിത്രം പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അബൂ ഹനീഫ എന്ന നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഇമാം ഷാഫി എന്ന നക്ഷത്രം ഉദിച്ചു എന്നർത്ഥം. അബൂ ഹനീഫ ഇമാം കൂഫക്കാരനാണ്. ഇമാം ഷാഫി റഹിമഹുല്ല ഫലസ്തീനിലാണ് ജനിക്കുന്നത്. അസ്ൽ അദ്ദേഹത്തിൻ്റെത് മക്കയാണ്. പിന്നീട് ഈജിപ്തിലേക്ക് ആ കുടുംബം താമസം മാറി. പിതാവ് ഒരു കുടുംബസമേതമുള്ള യാത്രയിൽ ഫലസ്തീനിൽ ഒസ്സയിൽ വരികയും ആ ഒസ്സയിൽ വെച്ച് പിതാവ് മരണപ്പെടുകയും കുടുംബം അവിടെ തന്നെ തങ്ങുകയും ആ സമയത്ത് അവിടെ വെച്ച് മാതാവ് അദ്ദേഹത്തെ പ്രസവിക്കുകയും അങ്ങനെ അദ്ദേഹം ഫലസ്തീനിലെ ഒസ്സയിൽ ജനിക്കുകയും ചെയ്തതാണ് ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. 2 വയസ്സ് പൂർത്തിയാകുമ്പോൾ പിന്നീട് ഉമ്മയും കുടുംബം ഒന്നിച്ച് മക്കയിലേക്ക് പോവുകയും ഇമാം ഷാഫി റഹിമഹുല്ല മക്കയിലാണ് പിന്നീട് 2 വയസ്സ് മുതൽ അദ്ദേഹം വളർന്നതും പഠിച്ചതുമെല്ലാം. ആദ്യഘട്ടം മക്കയിലാണ്. പിന്നീട് വ്യത്യസ്തമായ രാജ്യങ്ങൾ അദ്ദേഹം അറിവ് തേടി സഞ്ചരിച്ചു. ഇറാഖിൽ 3 തവണ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ചെന്ന് അവിടെയെല്ലാമുള്ള പണ്ഡിതന്മാരെ കണ്ട് അവരിൽ നിന്നെല്ലാം ദീനു പഠിച്ച് അവസാനം 49 വയസ്സിൽ 199 ഈജിപ്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയും ആ ഈജിപ്തിൽ തന്നെ പിന്നീട് അദ്ദേഹം കഴിഞ്ഞുകൂടുകയും യാത്ര ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ചില രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടി. പിന്നീട് യാത്രകൾ അദ്ദേഹം ഒഴിവാക്കി ഈജിപ്തിൽ തന്നെ അദ്ദേഹം താമസമാക്കി. 5 വർഷത്തിന് ശേഷം 54 വയസ്സിൽ ഈജിപ്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ഈജിപ്തിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്, മറമാടപ്പെട്ടത് ഈജിപ്തിലാണ് എന്നർത്ഥം. ചെറിയ പ്രായം മുതൽ തന്നെ അറിവിന്റെ മേഖലയിൽ, ബുദ്ധിശക്തിയുടെ മേഖലയിൽ, ഓർമ്മശക്തിയിലെല്ലാം വലിയ അത്ഭുതമായി മാറിയതാണ് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം. 7-ാം വയസ്സിൽ ഖുർആൻ പൂർണ്ണമായും അദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. 7 വയസ്സ് പ്രായമുള്ള സമയത്ത് ഖുർആൻ കംപ്ലീറ്റ് അദ്ദേഹം ഹിഫ്ളാക്കി. അതിനുശേഷം ശുദ്ധമായ അറബി സാഹിത്യം പഠിക്കുവാൻ വേണ്ടി മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഹുദൈൽ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം, അവരാണ് അന്ന് അറബികളിൽ ഏറ്റവും ശുദ്ധമായ അറബി സംസാരിക്കുന്ന ആളുകൾ. സാഹിത്യത്തിൽ, കവിതയിൽ എല്ലാം വലിയ അഗ്രഗണ്യരായ 70-ലേറെ കവികൾ ഉണ്ടായി വന്ന ഒരു കുടുംബമാണ് ഹുദൈൽ കുടുംബം. അറിയപ്പെട്ട ഒരുപാട് കവികൾ അവരിലുണ്ട്. അറബികൾക്കിടയിൽ വേറെ പ്രചാരം നേടിയ കവിതകളെല്ലാം ഹുദൈലുകളുടെ കവിതയാണ്. ഏറ്റവും ശുദ്ധമായ അറബി സംസാരിക്കുന്നവരാണ് അവർ. അപ്പൊ അവരുടെ ഇടയിൽ സഹവസിച്ചുകൊണ്ട് അറബി ഭാഷയും അറബി സാഹിത്യവും പഠിക്കണമെന്ന താല്പര്യത്തിൽ അദ്ദേഹം 2 വർഷം അവർക്കിടയിൽ പോയി താമസിക്കുകയും ആ 2 വർഷം കൊണ്ട് ഹുദൈലുകളുടെ ഏതാണ്ട് എല്ലാ കവിതകളും അദ്ദേഹം കാണാതെ പഠിച്ചു എന്നാണ്. കേൾക്കുന്നതെല്ലാം ഹിഫ്ളാക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് കാണാപ്പാഠം പഠിയും. എന്തു കണ്ടാലും, എന്ത് വായിച്ചാലും, എന്ത് കേട്ടാലും അതെല്ലാം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനത് ഹിഫ്ളാകുമായിരുന്നു. ആ 2 വർഷം അവർക്കിടയിൽ കഴിഞ്ഞുകൂടുകയും അവിടെ ഏതാണ്ട് മുഴുവൻ കവിതകളും
അദ്ദേഹം കാണാതെ പഠിക്കുകയും അറബി സാഹിത്യത്തിൽ വലിയ പ്രാഗൽഭ്യം നേടുകയും ചെയ്യാൻ ആ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം അസ്ലിയായി ഖുറൈശി കുടുംബമാണ്. നബി തങ്ങളുടെ പിതാമഹൻ അബ്ദുമനാഫുമായി അദ്ദേഹത്തിന്റെ വംശപരമ്പര ചെന്നെത്തുന്നുണ്ട്. പേര് മുഹമ്മദ് എന്നാണ്. വാപ്പ ഇദ്രീസാണ്. 5ാമത്തെ വാപ്പയാണ് ഷാഫിഈ. അദ്ദേഹത്തിന്റെ വല്ലിപ്പയുടെ വാപ്പ 5ാമത്തെ വാപ്പയാണ് ഷാഫിഈ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഷാഫിഈ എന്നല്ല, പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നു അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഈ. അതാണ് ഇമാം ഷാഫിയുടെ ആ ഒരു പിതൃ പരമ്പര. 5ാമത്തെ വാപ്പയാണ് ഷാഫിഈ. ആ വാപ്പയുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് അറബികളെ പൊതുവെ ഒരു ശൈലിയാണ്. ഒരു കബീലയിൽ അറിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ പിന്നെ വരുന്ന മക്കളൊക്കെ അയാളിലേക്ക് ചേർത്തി പറയപ്പെടും. ഇന്നയാളുടെ മകൻ എന്ന അർത്ഥത്തിൽ. ചിലപ്പോൾ വാപ്പയാവാം, ചിലപ്പോൾ ഉമ്മയാവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരാളാവാം, സഹോദരന്മാരാവാം. അങ്ങനെ ആ കബീലയിൽ പേര് കേട്ട് അറിയപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ പ്രത്യേകമായി ശ്രദ്ധേയമായ വ്യക്തികളുണ്ടെങ്കിൽ അവരിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുക എന്നുള്ള അറബികളുടെ പൊതുവായൊരു ശൈലിയാണ്. ഒന്നുകിൽ സഹോദരൻ എന്ന് പറയും, അല്ലെങ്കിൽ സഹോദരി എന്ന് പറയും, അല്ലെങ്കിൽ മകൻ എന്ന് പറയും. അതൊക്കെ അറബികളുടെ ശൈലിയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ. അവിടെ മറിയം ബിവിയെ പറ്റി പറയുമ്പോൾ ഹാറൂനിന്റെ സഹോദരി എന്ന് പറഞ്ഞു. ഹാറൂനിന്റെ നേക്കിലെ സഹോദരിയല്ല മറിയം ബിവി. അവർക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഒരു ശൈലി പ്രകാരമുള്ള പ്രയോഗമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രബലമായ ഒരു അഭിപ്രായം. അല്ലാഹു അഅലം. നബിതങ്ങളും പറഞ്ഞിട്ടുണ്ട്, അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് നബിതങ്ങൾ പറഞ്ഞത് ഹദീസിൽ കാണാൻ പറ്റും. അന നബിയുൻ, ഞാൻ നബിയാണ്, ലാ കദിബ്, കളവ് പറയുകയല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ശരിക്കും അബ്ദുൽ മുത്തലിബിന്റെ മോനല്ല, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. പക്ഷെ പ്രയോഗിച്ചത് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വെറുതെ നുണ പറഞ്ഞിട്ട് ഇന്ന് നേടിപ്പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനിവിടെ ഖുറൈശി തറവാട്ട് പിറന്നാളാണ്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, എനിക്കങ്ങനെ ഒരു ഇല്ലാത്ത പറഞ്ഞിട്ട് ഇനി ഞാൻ വെറുതെ നബിയാന്ന് പറഞ്ഞിട്ട് വല്ല നേടിപ്പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന അർത്ഥത്തിൽ അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല നബിയുടെ പിതൃപരമ്പരയിൽ അബ്ദുൽ മുത്തലിബുമായി നബിയുടെ ആ പിതൃപരമ്പരയിൽ ഇദ്ദേഹം ചെന്ന് ചേരുന്നുണ്ട്. നബി തങ്ങളുടെ പിതൃപരമ്പരയിൽ അബ്ദുമനാഫുമായി, മുത്തലിബിന്റെ മകൻ ഹാഷിമ്, മുത്തലിബ്, അബ്ദുമനാഫ്. ആ അബ്ദുമനാഫുമായി ഇമാം ഷാഫിയുടെ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നു. അബ്ദുമനാഫിൽ നിന്ന് നബി മറ്റൊരു വഴിക്ക് വന്നു, ഇമാം ഷാഫി മറ്റൊരു വഴിക്കും വന്നു. ആ നിലയ്ക്ക് അദ്ദേഹം ഖുറൈശിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്വം അദ്ദേഹത്തിന് ഉണ്ടതാനും. ഏതായിരുന്നാലും അദ്ദേഹത്തിന് 5ാമത്തെ പിതാവാണ് ഷാഫിഈ എന്നറിയപ്പെടുന്ന പിതാമഹൻ. അദ്ദേഹത്തെ ചേർത്തിക്കൊണ്ടാണ് ഇമാം ഷാഫിഈ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. സൂചിപ്പിക്കപ്പെട്ട പോലെ ഹിജ്റ 150 അദ്ദേഹം ജനിച്ചു. പിന്നീട് 2 വയസ്സായപ്പോൾ മക്കയിൽ വന്നു. 7ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി. അന്ന് മക്ക എല്ലാ അറിവിന്റെയും കേന്ദ്രമാണ്. ധാരാളം പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഏത് കാലത്തും മക്കയും മദീനയും ഒക്കെ. അവിടെ ധാരാളം ഖുർആഇങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം ഖുർആൻ പഠിച്ചു. 7 വയസ്സിൽ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി എന്ന് മാത്രമല്ല, അതിന്റെ ഖിറാഅത്ത് വല്ലാത്ത സൗന്ദര്യമുള്ള, ആരും കേട്ടു നിൽക്കുന്ന, കേട്ടവരെല്ലാം കരയുന്ന രൂപത്തിലുള്ള നല്ല ശബ്ദ മാധുര്യവും നല്ല ഖിറാഅത്തിനും ഉടമയായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലാഹ് എന്നാണ്. പലരും അദ്ദേഹത്തെ സദസ്സിൽ വന്നിരിക്കുകയും അദ്ദേഹത്തെ ഖുർആനോത്ത് കേട്ട് അവർ കരയുകയും ഒക്കെ ചെയ്യാറുള്ളത് അദ്ദേഹത്തിന്റെ സദസ്സിൽ അറിയപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഹുദൈൽ കബീലക്കാരുടെ കൂടെ കൂടുകയും ആ 2 വർഷത്തെ സഹവാസത്തിനിടയിൽ അവരിൽ നിന്ന് ശുദ്ധമായ അറബി അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അന്നൊന്നും ഈ വഴിയിലേക്ക് ഒരു ഫിഖ് പഠിച്ച് ഹദീസ് പഠിച്ച് അങ്ങനെ ആലിമായി ആ വഴിയിലേക്ക് വരണമെന്ന നിയ്യത്തൊന്നും അന്ന് അദ്ദേഹത്തിന് ഇല്ല. ചെറിയ കുട്ടിയാണ്, ഒരു 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള സമയമാണല്ലോ. പക്ഷെ അന്ന് അദ്ദേഹം ഈ സാഹിത്യത്തിലേക്കാണ് തിരിഞ്ഞത്. അറബി സാഹിത്യവും കവിതയും ഭാഷാ നൈപുണ്യവും അതൊക്കെ നേടി അതിൽ വലിയ അഗ്രഗണ്യനായി പോകുന്ന രീതിയാണ് അന്നുണ്ടായത്. അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹത്തിന്റെ ഈ ഒരു അറബി ഭാഷയിലെ കഴിവും ഇതൊക്കെ കണ്ടപ്പോൾ ആ കുടുംബക്കാരൻ പറഞ്ഞു, അറബിയിൽ വലിയ കഴിവും വലിയ സാഹിത്യമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, അല്ലാഹുവിന്റെ ദീന് ആഴത്തിൽ പഠിക്കാതെ ഇരുന്നാൽ ഇതിന് പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് ആ ഷാഫി ഇമാം എന്ന കുട്ടിയുടെ മനസ്സിൽ സ്വാധീനിച്ചത്. ആ ചോദ്യം അദ്ദേഹത്തിന് കൊണ്ടു. അല്ലാഹുവിന്റെ ദീന് പഠിച്ചില്ലെങ്കിൽ, അഗാധമായ ജ്ഞാനം നേടിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്തു കാര്യം എന്ന ചോദ്യം അദ്ദേഹത്തിന് മനസ്സിൽ തിറക്കുകയും ആ ബന്ധുവിനോട് ചോദിച്ചു, എങ്കിൽ എനിക്ക് ആരെയാണ് അങ്ങനെ സമീപിക്കാൻ പറ്റുക, ദീനു പഠിക്കാൻ, ആഴത്തിൽ മതം പഠിക്കാൻ എനിക്ക് അവലംബിക്കാൻ പറ്റിയ പണ്ഡിതന്മാരാരാണ്, ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം, ഇന്ന് മുസ്ലിമീങ്ങളെ മൊത്തം നേതാവ് ഇമാമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മൊത്തം നേതാവായി അറിയപ്പെടുന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിലുണ്ട്.
ആ ഇമാം മാലിക്കിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ദീനു പഠിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയാണ് 10 വയസ്സ് പ്രായമുള്ള ഇമാം ഷാഫിക്ക് ഇമാം മാലിക്കിനെ ചെന്ന് കാണണം എന്ന അതിയായ ആഗ്രഹം ജനിക്കുകയും ചെയ്യുന്നത്. അന്ന് അദ്ദേഹം മക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ മുസ്ലിം ബിൻ ഖാലിദ് സഞ്ചി റഹിമഹുള്ളയുടെ ശിഷ്യനായിട്ട് ഇമാം ഷാഫി റഹിമഹുള്ള അന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഉസ്താദിനോട് അദ്ദേഹം ഈ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഇമാം മാലിക്കിനെ പോയി കാണണം, ഇമാം മാലിക്കിനെ നിന്ന് ദീനു പഠിക്കണം എന്ന ആഗ്രഹം തന്റെ ഉസ്താദായ മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി റഹിമഹുള്ളയോട് അദ്ദേഹം ഉന്നയിക്കുകയും ഉസ്താദ് അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുവെന്നാണ്. അപ്പൊ ഇമാം മാലിക്കിനെ കാണാൻ പോകും മുമ്പ് ഇമാം മാലിക്കിന്റെ അറിവുകൾ വല്ലതും പഠിച്ചിട്ട് പോകാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഇമാം മാലിക് റഹിമഹുള്ളയുടെ അൽ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം അന്ന് ലഭ്യമായ ഏക ഹദീസ് കിതാബാണ്. ഹദീസുകളെല്ലാം ജംഅ് ചെയ്ത് ക്രോഡീകരിച്ച ചരിത്രത്തിലെ ഒന്നാമത്തെ ഗ്രന്ഥം ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥമാണ്. അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട ചിലരൊക്കെ എഴുതി വെച്ച ചെറിയ ചെറിയ പാർട്ടുകളേ ഉള്ളൂ. ചില ഹദീസുകൾ മാത്രം, ചില 10 ഹദീസ്, 15 ഹദീസ്, 30 ഹദീസുകളൊക്കെ ഓരോ വിഷയത്തിൽ ഹദീസുകൾ, ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എഴുതി വെച്ച ചില സമാഹാരങ്ങളുണ്ട് എന്നല്ലാതെ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഹദീസ് സമാഹാരം അന്ന് ഉണ്ടായിട്ടില്ല. അതാദ്യമായി ചെയ്തത് ഇമാം മാലിക് റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിന്റെ കിതാബാണ് അൽ മുവത്ത എന്ന ഗ്രന്ഥം. ആയിരക്കണക്കിന് ഹദീസുകളുള്ള അന്നത്തെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമാണ് ഇമാം മാലിക്കിന്റെ അൽ മുവത്ത. അപ്പൊ ഈ മുവത്ത എന്ന കിതാബ് ഒന്ന് പഠിച്ചാൽ തരക്കേടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും മക്കയിൽ മുവത്തയുടെ കൈയെഴുത്ത് കോപ്പി കൈവശമുള്ള ഒരാളെ അദ്ദേഹം ചെന്ന് കണ്ടു, പരിചയപ്പെട്ടു. ഇന്നത്തെ പോലെ പ്രിന്റിങ്ങോ അല്ലെങ്കിൽ PDF ഇതൊന്നും ഇല്ലല്ലോ, അന്ന് കൈയെഴുത്ത് കോപ്പിയേ ഉള്ളൂ. അപ്പൊ ഇമാം മക്കയിൽ ഒരാളുടെ കയ്യിൽ മുവത്തയുടെ കൈയെഴുത്ത് കോപ്പിയുണ്ട് എന്ന് മനസ്സിലാകുകയും അദ്ദേഹത്തെ ചെന്നു കണ്ട് അദ്ദേഹത്തോട് ഈ മുവത്ത എനിക്ക് തൽക്കാലം കടമായി തരണം, വായ്പ തരണം എന്ന് ആവശ്യമുന്നയിക്കുകയും അങ്ങനെ അദ്ദേഹം അത് നൽകുകയും ചെയ്തു. ആ കയ്യെഴുത്ത് പ്രതി വാങ്ങിക്കൊണ്ട് വന്ന് ഇമാം ഷാഫി റഹിമഹുള്ള തന്നെ പറയുന്നു, ഞാനത് മുഴുവൻ ഹിഫ്ലാക്കി ഫി 9 ലയാലിൻ, 9 രാത്രികൾ കൊണ്ട്, 9 ദിവസങ്ങൾ കൊണ്ട് ഞാനത് കംപ്ലീറ്റ് കാണാപ്പാഠം പഠിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കിതാബ് കംപ്ലീറ്റ് അദ്ദേഹം ഹിഫ്ലാക്കി കേവലം 9 ദിവസങ്ങൾ കൊണ്ട്. ഇന്നലെ കിതാബ് തിരിച്ചു കൊടുത്തു. അപ്പൊ കംപ്ലീറ്റ് ഹിഫ്ലായാൽ ഇമാം മാലിക്കിനെ കാണാൻ പോകും മുമ്പേ തന്നെ ഇമാം മാലിക്കിന്റെ കിതാബ് അത് കാണാപ്പാഠം പഠിച്ചിട്ടാണ് ഇമാം ഷാഫി റഹിമഹുള്ള മദീനത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിന് ആ ഒരു താല്പര്യമാണ്, ദീന് പഠിക്കാൻ താല്പര്യം, മെമ്മറിയും, അത്ര പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. അതോടൊപ്പം അറബികളുടെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയായിരുന്നു അൻസാബ്, നസബുകൾ പഠിക്കുന്നത്, വംശപരമ്പരകൾ പഠിക്കുക. ഓരോ കബീലക്കാരുടെയും കുടുംബ പരമ്പര, ആ ഒരാളെ പേരുണ്ട് പറഞ്ഞാൽ പേരും തറവാടും പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അയാളെ വാപ്പാര, വാപ്പാന്റെ വാപ്പാര, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പാര, ഇങ്ങനെ ഒരുപാട് പിതൃ പരമ്പരകളെ കാണാതെ പഠിക്കുക എന്നുള്ള അന്നത്തെ കബീലക്കാരുടെ ഒരു വലിയ പ്രധാനപ്പെട്ട വിജ്ഞാന മേഖലയാണ്. അത് ഫഖറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവനെ കബീലക്കാരുടെ പേര് വരെ പഠിച്ചേക്കാം. അപ്പൊ എവിടെയെങ്കിലും സദസ് വരുമ്പോ എടാ ഞങ്ങൾ ഇന്നാളാണ്, എന്റെ വാപ്പ ഇന്നാളാണ്, വലിപ്പന്നാളാണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫഖറായിരുന്നു അവർക്ക്. അത് ജാഹിലിയ്യക്കാലത്ത് വ്യാപകമായിരുന്നു. നബി ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവർ ഏറ്റവും വലിയ പണി അതായിരുന്നു. സദസ് കൂടി ആകുള്ള പണി ഓരോ തറവാട്ടിലെ ഓരോരോ വലിയ വലിയ കൊമ്പന്മാരെ പറയാം. അപ്പൊ അതിലും വലിയ മറ്റൊരു പറയാം, അപ്പൊ അതിലും വലിയ പറയാം. അങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ആരാ ജയിക്കാൻ നോക്കുക. അത് ആ കാലത്ത് വലിയൊരു ഒരു മത്സരമായിരുന്നു, കുടുംബങ്ങൾ തമ്മിൽ, കബീലകൾ തമ്മിലുള്ള മത്സരമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ 2 ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയും അങ്ങനെ ഒരു പറഞ്ഞു, നമ്മളൊന്ന് മാറ്റിവെച്ച് നോക്കല്ലേ, നമ്മൾ ആരാ മേലൊക്കെ നോക്കാനോ. അങ്ങനെ ഒരു കൂട്ടർ തങ്ങളുടെ കുടുംബത്തിലുള്ള വലിയ വലിയ ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ ഓരായാലും വലുത് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ഒരു കബീലക്ക് ഒരു ചുവട് മേലക്കാൻ പറ്റി. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ, അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ, നാം മരിച്ചോലെ നോക്കാം, കഴിഞ്ഞുപോയ തലമുറയിൽ നോക്കാം എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും കൂടെ അയിമപ്പിന് തർക്കായി. അത് അല്ലാഹു ഖുർആനിൽ പിന്നെ ആയത്തിറക്കിയില്ല, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. തകാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, അവസാനപ്പോൾ എവിടെ എത്തി? ഖബർസ്ഥാനിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം ആ ആയത്തിനുണ്ട്. അത് മരിച്ചുപോയ മനുഷ്യന്മാരെ പറ്റി വരെ പറഞ്ഞിട്ട് തകാസുർ കാണിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, കല്ല എന്നങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമൊക്കെ ഇറങ്ങിയത് അത്തരം ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പൊ അറബികളിൽ മിക്കവാറും ആളുകൾക്ക് ഈ വംശപരമ്പര അറിയാം. ഓല കബീലന്റെ വംശപരമ്പര ചോദിച്ചാൽ അതുപോലെ വേഗം പറയും. 10 വാപ്പാര്, 15 വാപ്പാര്, 20 വാപ്പാരൊക്കെ ഇങ്ങനെ പറയും. അല്ല നമ്മൾ പണ്ടൊക്കെ പഠിച്ചില്ലല്ലോ നബിന്റെ 20 വാപ്പമാര് എന്നൊക്കെ. അതൊക്കെ അന്നത്തെ കാലത്ത് അത് ഒന്നുമല്ല. 20 വാപ്പാരെ പേര് പറഞ്ഞാൽ ഏത് സാധാരണ കുട്ടിക്കും പറയണം. അതൊക്കെ നമുക്ക് വാപ്പാരെ പേര് വല്യപ്പാരും അറിയാം. അതിന് അപ്പുറം ചോദിച്ചാൽ നമുക്ക് ആരാന്ന് പോലും അറിയില്ല. കാരണം നമുക്കങ്ങനെ ശൈലിയില്ല, നമ്മുടെ നാട്ടിൽ ശൈലിയില്ല. അവിടെ അതല്ല, അവിടെ അതുണ്ട്. ഇമാം ഷാഫി റഹിമഹുള്ള ഈ നസബിനും വലിയ അഗ്രഗണ്യനായിരുന്നു. ഏത് കബീലയുടെയും വംശപരമ്പര അദ്ദേഹത്തിന് കാണാതറിയുമല്ലോ. ഏതൊരാളെ പരിചയപ്പെട്ടാലും പേരും വാപ്പാന്റെ പേരും കബീലും പറഞ്ഞെടുത്താൽ മതി, പിന്നെ അയാളെ ഫുൾ പരമ്പര ഇമാം ഷാഫി പറഞ്ഞെടുക്കും. എത്ര വാപ്പാന്റെ പേരും അദ്ദേഹം അവിടെ പറഞ്ഞെടുക്കും. ആ നിലയ്ക്ക് നസബിൽ വലിയ അവഗാഹം നേടാനും ഇമാം ഷാഫിക്ക് ആ കാലഘട്ടത്തിനിടയിൽ
സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും, അന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും പ്രഗത്ഭനായ ഇമാമാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ദീന് പഠിക്കാൻ വേണ്ടി വലിയ വലിയ പണ്ഡിതന്മാർ വരുന്ന കാലഘട്ടമാണെന്ന് മദീനയിലേക്ക്. ഇമാം ദാരിൽ ഹിജ്റ ഭവനത്തിന്റെ ഇമാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തെക്കുറിച്ച്. അപ്പൊ അദ്ദേഹത്തിലേക്ക് വലിയ വലിയ പണ്ഡിതന്മാർ വരുന്ന കാലഘട്ടമാണ്. അദ്ദേഹത്തെ ചെന്നു കാണണം, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായി മാറണം എന്ന് ആഗ്രഹിക്കുകയും, നേരത്തെ സൂചിപ്പിച്ച പോലെ ഉസ്താദായ മുസ്ലിം ബിൻ ഖാലിദ് സഞ്ജയിയോട് ഈ ആഗ്രഹം പറയുകയും അദ്ദേഹം ഒരു എഴുത്തു കൊടുത്തു ഇമാം മാലിക്കിന്. ഇദ്ദേഹത്തെ അവിടെ ഒന്ന് ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തു കൊടുത്തു. മക്കയിലെ ഗവർണറിൽ നിന്നൊരു എഴുത്ത് സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ആ 2 എഴുത്തുമായി അദ്ദേഹം നേരെ മദീനത്തേക്ക് യാത്ര പോയി. പോകുമ്പോൾ ഇമാം ഷാഫിക്ക് പ്രായം 13 വയസ്സാണ്. 13ാമത്തെ വയസ്സ് അദ്ദേഹം മദീനത്തേക്ക് പോയി. അവിടെ ചെന്നു, ഇമാം മാലിക്കിനെ ചെന്ന് കണ്ടു, പരിചയപ്പെട്ടു, എഴുത്തുകൾ നൽകി. അങ്ങനെ ആ സംസ്ഥാനത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വലിയ ഒരു താല്പര്യം ആ കുട്ടിയോട് തോന്നി. ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം മദീനത്ത് എത്തിയത് അസ്റിന്റെ സമയത്താണ്. അപ്പൊ നേരെ ചെന്നപ്പോ മദീന പള്ളി അസ്ർ ജമാഅത്ത് തുടങ്ങുകയാണ്. അപ്പൊ അദ്ദേഹം നേരെ ജമാഅത്ത് പോയി കയറി. അപ്പൊ അദ്ദേഹം ഇവിടെ പോയത് ഒരു യാത്രാ സംഘത്തിന്റെ കൂടെയായിരുന്നു. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന യാത്രാ സംഘത്തെ കിട്ടി. അപ്പൊ അവരെ പരിചയപ്പെട്ട് എന്നെയും കൊണ്ടുപോകുക വെച്ചപ്പോ അവരെ സംഘത്തിൽ കൂടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. തന്റെ വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവും തനിക്ക് എഴുതാനുള്ള സംവിധാനങ്ങളെല്ലാം കൂടെ തൽക്കാലം ചെറിയ പെട്ടിയിലാക്കി കെട്ടിയിട്ട് ഒട്ടകപ്പുറത്ത് വെച്ച് അദ്ദേഹം അവരെ കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്ന് എത്തിയപ്പോൾ നേരെ ജമാഅത്ത് തുടങ്ങി. അപ്പൊ പിന്നെ ലഗേജ് എടുക്കാൻ സമയമില്ല, നേരെ ജമാഅത്ത് കടക്കുകയാണ് ചെയ്യും നിസ്കരിക്കാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാം മാലിക് ദർസുണ്ട് അവിടെ അസറിന് ശേഷം. അപ്പൊ പിന്നെ എല്ലാവരും ദർശക്ക് ഇരിക്കുകയാണ്, പിന്നെ അവിടെ ലഗേജ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം നേരെ ആ സദസ്സിലവിടെ ചെന്നിരിക്കുകയാണ്. 13 വയസ്സുള്ള കുട്ടിയാണ്. ഇമാം മാലിക്കിന്റെ സദസ്സ് പറഞ്ഞാൽ ധാരാളം മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന, ആയിരക്കണക്കായ ആളുകൾ സംഗമിക്കുന്ന ദർസാണ് ഇമാം മാലിക്കിന്റെ ദർസ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് 2 ഐറ്റം ദർസ് ഒരു ദിവസം ഉണ്ടാവുക. ഒന്ന് ഹദീസ് പഠിപ്പിക്കൽ, മറ്റൊന്ന് ഫത്വ നൽകൽ. ഇതാണ് ഇമാം മാലിക്കിന്റെ ശൈലി. ഫത്വ നൽകുന്ന സദസ്സിൽ ആർക്കും വരാം, പബ്ലിക്കിന് വരാം, സംശയങ്ങൾ ചോദിക്കാം, ആ സംശയങ്ങൾ മറുപടി നൽകും. ഹദീസിന്റെ ദർസിൽ അദ്ദേഹം കുറച്ചുകൂടെ കണിശക്കാരനായിരുന്നു. ഹദീസ് ദർസ് അദ്ദേഹം കുളിച്ച് നല്ല പുതിയ വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ചീകി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് വരാറുള്ളത്. അദ്ദേഹം നല്ല അത്യാവശ്യം ധനാഢ്യനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്. നല്ല വസ്ത്രം ധരിച്ച് വളരെ ഒരു ആദരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാറുള്ളത്. മാത്രമല്ല ക്ലാസ് അദ്ദേഹം വലിയ കർക്കശക്കാരനായിരുന്നു. ഹദീസ് പഠിപ്പിക്കുന്ന ദർസിൽ സംസാരിക്കാൻ പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റൂല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു ജയിൽ വരേണ്ടതാണ്. വല്ലോനും കുട്ടികളെ കാണിച്ചാൽ ഓരെ പിടിച്ചാൽ ജയിലിലിടും, അവിടെ കിടക്കേറി. അതാണ് ഇമാം മാലിക്കിന്റെ ശൈലി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ഞങ്ങൾ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇത്ര കണിശത? അദ്ദേഹം പറഞ്ഞു, നബി തങ്ങളുടെ ഹദീസിന് ഒരു ബഹുമാനമുണ്ട്, അത് എന്നെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ്. ഒരു ഗൗരവമില്ലാതെ ഹദീസ് കൈകാര്യം ചെയ്താൽ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഹദീസ് ഇത്രയുള്ളൂ എന്ന് തോന്നും. അപ്പൊ എന്നെ കൊണ്ട് ഹദീസിന്റെ ഗൗരവം നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു കണിശത ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസിന്റെ വിഷയത്തിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അസറിന് ശേഷം നടക്കുന്നത് ഹദീസിന്റെ ക്ലാസ്സാണ്. ഈ കുട്ടികളൊന്നും അറിയാം, അവിടെ ക്ലാസ് ഉണ്ട്. അപ്പൊ അവിടെ പങ്കെടുത്തു. ഏറ്റവും പിറകിലാണ് സീറ്റ് കിട്ടിയത്. അവിടെ ഔദ്യോഗികമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും എഴുതാൻ സംവിധാനമുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസ് പഠിപ്പിക്കുമ്പോൾ നബിതങ്ങളുടെ മെഹ്റാബിന്റെ ഭാഗത്ത് റൗലയുടെ അപ്പുറത്തിരുന്നു കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസുകൾ പഠിപ്പിക്കാറുള്ളത്. നബിയുടെ ഖബർ ഇമാം മാലിക്കിന്റെ വലതു ഭാഗത്ത് വരുന്ന രൂപത്തിൽ നബിതങ്ങളുടെ മെഹ്റാബിന്റെ മിമ്പറിന്റെ ആ ഭാഗത്തിരുന്നു കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസുകൾ പഠിപ്പിക്കുക. അദ്ദേഹം ഓരോ ഹദീസ് പഠിപ്പിക്കുമ്പോഴും പറയും, എന്നോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹം ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഓരോ ഹദീസും സനദ് പറയാറുള്ളത്. ഹദസനി നാഫിഉൻ അൻ ഇബ്നു ഉമർ അൻ സാഹിബി ഹാദൽ ഖബർ. ഉദാഹരണം, എന്നോട് നാഫിഉ പറഞ്ഞു, നാഫിഇനോട് ഇബ്നു ഉമർ പറഞ്ഞു, ഇബ്നു ഉമർ ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇതാണ് ഇമാം മാലിക്കിന്റെ സാധാരണ ഒരു ശൈലി. ഓരോ ഹദീസ് പറയുമ്പോഴും അങ്ങനെ പറയും, എന്നോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹം ഈ ഖബറിലെ നബിയിൽ നിന്ന് കേട്ടു. ഇങ്ങനെ ഓരോ ഹദീസ് അദ്ദേഹം പറയുകയാണ്. ചിലപ്പോൾ കേൾക്കുന്നതൊക്കെ അങ്ങനെ എഴുതിയെടുക്കും. ഇമാം മാലിക്കിന്റെ ദർസിൽ പൊതുവെ എഴുതിയെടുക്കുക അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറില്ല. ഇമാം മാലിക്കിന്റെ നിർദ്ദേശം എഴുതല്ല വേണ്ടത്, ഹിഫ്ലാക്കാണ് വേണ്ടതെന്നാണ്. ആദ്യകാലത്ത് ഇമാം മാലിക്കിന്റെ ദർസിൽ ആർക്കും എഴുതാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുതാൻ പറ്റില്ല, നിങ്ങൾ കേൾക്കുക ഹിഫ്ലാക്കണം എന്നറിയും. പിന്നെ അവരൊക്കെ പരാതി പറഞ്ഞു, നിങ്ങൾക്ക് ഹിഫ്ലാക്കാൻ കഴിഞ്ഞു, നമുക്കത് കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ അവസാനം അദ്ദേഹം എഴുതാൻ പെർമിഷൻ കൊടുത്തു എന്നൊക്കെ കാണുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും എല്ലാവരും എഴുതിയെടുക്കും ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇമാം ഷാഫിക്ക് എഴുതാനൊന്നുമില്ല, വെറും കൈയോടെ വന്നിരിക്കാമല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തൊപ്പലാക്കിയിട്ട് മറ്റേ കയ്യും അങ്ങനെ എഴുതാൻ തുടങ്ങി. ഇമാം ഷാഫി സാധാരണ ശൈലിയാണ്, എവിടെയെങ്കിലും വെറുതെ ഇങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ഇഫ്ലാകുന്നതാണ്. വെറുതെ ഇങ്ങനെ
വെറും കൈയോണ്ട് അങ്ങനെ പലകം എഴുതുക, മണ്ണിൽ എഴുതുക, അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ആളുകളെ പുറത്തൊരു അദ്ദേഹം എഴുതുന്നതാണ്. അങ്ങനെ എഴുതിയ അദ്ദേഹം എങ്ങനെയാണ്ട് ഇഫ്ലാ ഒരു ശൈലിയാണത്. അപ്പൊ ഇമാം മാലിക് പറഞ്ഞ് നോക്കുമ്പോൾ എഴുത്തുണ്ട് അവിടെ ഇങ്ങനെ തുപ്പലം കൊണ്ട് കളിക്കുകയാണ്, ഇവിടെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ. അപ്പൊ ഇതാരാന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെയാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ പിടിച്ചു, ഇവിടെ എന്താണ് നബി ഞങ്ങളെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു അതപില്ലാതെ. അപ്പൊ എന്താണ് അദ്ദേഹം ആലോചിച്ചത് പോലില്ല. അപ്പൊ എന്താ ചോദിച്ചു, ഞാൻ അവിടെ പഠിപ്പിക്കുക, ഞാൻ അവിടെ കളിക്കണം, അല്ലെ കളിക്കല്ല, ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ എവിടെ എഴുതി ചോദിച്ചു. അപ്പൊ എഴുതിയൊന്നുമില്ലല്ലോ, കൈമില്ലല്ലേ. അപ്പൊ അദ്ദേഹം പറയും ഇങ്ങനെ എഴുതിയാൽ എനിക്ക് ഇഫ്ലാകും, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇഫ്ലായോ ചോദിച്ചാൽ ഇഫ്ലായിയാണ് എന്നാ ചൊല്ലിയാറ്. അപ്പൊ അന്നത്തെ ദിവസം 25 ഹദീസാണ് ഇമാം മാലിക് പഠിപ്പിച്ചത്. ആ 25 ഹദീസും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ആദ്യം പറഞ്ഞ ഹദീസ് ഇതാണ്, അത് നിങ്ങളോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹം ഇന്നാളിൽ നിന്ന് കേട്ടു, അദ്ദേഹം നബിയിൽ നിന്ന് കേട്ടു. രണ്ടാമത് ഹദീസ് ഇതാണ്, അത് നിങ്ങളോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്നാൾക്ക് കിട്ടി, അദ്ദേഹത്തിന് നബിയിൽ നിന്ന് കിട്ടി. ഇങ്ങനെ ഈ 25 ഹദീസും ആണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇമാം മാലിക്കിന് മനസ്സിലായി ഇതൊരു സാധാരണ കുട്ടിയല്ല. അപ്പൊ എന്താണ് പേര് വെച്ചു? മുഹമ്മദ്. എവിടുന്നാ വരുന്നത്? മക്കത്തുനിന്ന്. ഏതാ കുടുംബം? ഖുറൈശിയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ലാഹു തആല നിന്റെ കൽബിൽ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഇനി പാപങ്ങൾ ചെയ്തുകൊണ്ട് നീ അത് കെടുത്തി കളയാൻ പാടില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അന്ന് കൊടുത്തൊരു ഉപദേശമാണ്. മാത്രമല്ല നിനക്ക് ഭാവിയിൽ ഒരു വലിയ ചില കാര്യങ്ങൾ, ചില സ്ഥാനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വലിയ ഫിറാസത്തുള്ള ആളായിരുന്നു. ഒരാളെ കണ്ടാൽ തന്നെ പൊതുവെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയും, അത് ഒരു അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഫിറാസത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു തആല നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു കഴിവാണ്. ചില ലക്ഷണങ്ങൾ പറയാൻ നമ്മൾ പറയണം എന്നതുപോലെ ഒരാളെ കണ്ടാൽ അയാളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഫിറാസത്ത് എന്ന് പറയും. കറാമത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഫിറാസത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത്, കറാമത്ത് പോലെയുള്ള വിശ്വാസികൾക്ക് ലഭിക്കുന്ന മറ്റൊന്നാണ് ഫിറാസത്ത്. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അതിൽ പൊതുവെ അറിയപ്പെട്ടതാണ്. ലോകത്തങ്ങനെ പലരുമുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഫിറാസത്തിൽ വലിയ അഗ്രഗണ്യനായ ആളായിരുന്നു. ഒരാളെ കണ്ടാൽ തന്നെ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയും അയാളെ പറ്റി പലതും. ആ പറഞ്ഞ പോലെ ആയിരിക്കും അത്. അത് കറാമത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല ഖൽബിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വെളിച്ചമാണ് അതെല്ലാം. അപ്പൊ ആ ഫിറാസത്ത് പ്രകാരം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, എനിക്ക് ചില ഭാവിയിൽ ചില വലിയ നേട്ടങ്ങൾ വരാനുണ്ട്, അതുകൊണ്ട് ഈ വെളിച്ചം നീ കെടുത്തിക്കളയരുത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അന്ന് ഉപദേശം നൽകി. 8 മാസം അദ്ദേഹം അവിടെ ഇമാം മാലിക്കിന്റെ കൂടെ മദീനയിൽ കഴിഞ്ഞു. അന്ന് ഇമാം മാലിക് തന്റെ വീട്ടിൽ തന്നെയാണ് ഈ കുട്ടിക്ക് താമസിക്കാൻ സൗകര്യം കൊടുത്തത്. അന്ന് സാധാരണ ഇമാം മാലിക്കിന്റെ ദർസിൽ മഹാപണ്ഡിതന്മാർ വരുന്ന കാലമാണ്. പക്ഷെ അവിടെയാണ് 13 വയസ്സുള്ള കുട്ടിക്ക് അദ്ദേഹം വീട്ടിൽ തന്നെ സൗകര്യം നൽകുന്നത്. അദ്ദേഹം ഓരോന്നും പരിചയപ്പെട്ടു. അപ്പോഴാണ് മുവത്ത ഹിഫ്ദുണ്ട് എന്നറിയുന്നത്. ആദ്യം ഖുർആൻ ഹിഫ്ദുണ്ടെന്നു ഓതാൻ പറഞ്ഞു, ഓതി. അദ്ദേഹം ഓത്തി ഇമാം മാലിക്കിന് വല്ലാത്ത ഇഷ്ടമായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്, എനിക്ക് കുറച്ചുകൂടി ഇപ്പൊ നിർത്താൻ പൂതിയുണ്ട്, പക്ഷേ ഇമാം മാലിക്കിനുള്ള ബഹുമാനം കാരണം അദ്ദേഹം പറയാതെ നിർത്താൻ പറ്റൂതല്ലോ. അപ്പൊ ഞാൻ നിർത്താൻ വരുമ്പോൾ ഇമാം മാലിക് പറയും സിദ്, കുറച്ചുകൂടെ ഓതി. അത്ര സുന്ദരമായ ഖിറാഅത്തായിരുന്നു ഇമാം ഷാഫിയുടെ ഖിറാഅത്ത്. അതേപോലെ മുവത്ത ഹിഫ്ദുണ്ട് പറഞ്ഞു, അതും അദ്ദേഹം ചോദിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ 8 മാസം അവിടെ താമസിച്ചു. ഇമാം മാലിക്കിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു. ഹദീസിന്റെ ഏകദേശം എല്ലാ വശങ്ങളും പഠിക്കാൻ ആ ഒരു കാലഘട്ടം ഇമാം ഷാഫിക്ക് അന്ന് നിമിത്തമായി മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയാണ്. മറ്റൊന്ന് സുഫ്യാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹിയാണ്. സുഫ്യാൻ ഇബ്നു ഉയൈന ഇമാം മാലിക്കിന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാരിൽ ഒരാളാണ്. ഹദീസും ഫിഖ്ഹും എല്ലാം പഠിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം സുഫ്യാൻ ഇബ്നു ഉയൈനക്കാണ്. മറ്റൊന്ന് അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനായ മുഹമ്മദ് ഹസൻ ഷൈബാനിയാണ്. ഷൈബാനിയുടെ ഇൽമുകളാണ് മറ്റൊന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് വലിയ ഒരു പങ്കായി ആ രംഗത്ത് മാറിയത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി 15 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് എല്ലാ വിജ്ഞാന മേഖലയിലും വലിയ പ്രാവീണ്യം അദ്ദേഹം നേടുകയും അദ്ദേഹത്തിന്റെ ഉസ്താദ് സുഫ്യാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി ഇത് പറഞ്ഞു, നീ ഫത്വ കൊടുത്തോ, ഫത്വ കൊടുക്കാൻ യോഗ്യനായിട്ടുണ്ട്. 15 വയസ്സ് പ്രായത്തിൽ ഉസ്താദ് പറയുന്നു, നീ ഫത്വ നൽകിക്കോ, അതിന്റെ യോഗ്യത നിനക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉസ്താദ് അംഗീകാരം നൽകാൻ മാത്രമുള്ള പ്രാവീണ്യം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ആ കാലഘട്ടത്തിലേക്ക് നേടിയെടുത്തു എന്നർത്ഥം. പക്ഷെ അദ്ദേഹം അവിടുന്ന് പഠനം അവസാനിപ്പിച്ചിട്ടില്ല. മരിക്കുന്നവരെ അദ്ദേഹം വിദ്യാർത്ഥി, പ്രത്യേകിച്ച് 49-ാമത്തെ വയസ്സ് വരെ, 199 വരെ അദ്ദേഹം അറിവന്വേഷിച്ച് ഉള്ള യാത്രകൾ തന്നെയാണ്. പിന്നീട് രോഗം വന്നപ്പോഴാണ് യാത്ര ചെയ്യാൻ കഴിയാതായപ്പോൾ അദ്ദേഹം അവിടെ ഈജിപ്തിൽ പിന്നീട് സ്ഥിരതാമസമാക്കുന്നത്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് മക്കയിൽ വെച്ചാണ്. ഇമാം അഹ്മദ് ബഗ്ദാദിൽ നിന്ന് ഹജ്ജിനായി വരികയും ആ ഹജ്ജ് വേളയിലാണ് മക്കയിൽ വെച്ച് ഇമാം ഷാഫിയെ ഇമാം അഹ്മദ് കണ്ടുമുട്ടുന്നത്. അന്ന് ഇമാം ഷാഫിയുടെ ഉസ്താദിന്റെ ഹൽക്കയുണ്ട് മസ്ജിദുൽ ഹറാമിൽ, ഇമാം ഷാഫിയുടെ ഹൽക്കയുമുണ്ട് മസ്ജിദുൽ ഹറാമിൽ. ഇമാം അഹ്മദ് ഉസ്താദിന്റെ ഹൽക്ക ഒഴിവാക്കിയിട്ട് ശിഷ്യന്റെ ഹൽക്കയിൽ വന്ന് പങ്കെടുത്തതാണ്. അതിൽ നിന്നാണ് ഇമാം ഷാഫിയുടെ അറിവിന്റെ ആഴം ഇമാം അഹ്മദ് മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ പ്രഗത്ഭരായ പലരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ ക്ലാസ് നീക്കൾക്ക് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക ചെയ്യുന്നത് കാണാൻ കഴിയും. ഇമാം അഹ്മദിന്റെ മകൻ അബ്ദുള്ള പറയുന്നുണ്ട്, വാപ്പ സ്ഥിരമായി
ഇമാം ഷാഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്. എപ്പോ ദുആ ചെയ്താലും ഇമാം ഷാഫിക്ക് വേണ്ടി വാപ്പ പ്രാർത്ഥിക്കാതിരിക്കില്ല. ഞാൻ അവസാനം വാപ്പാട് എന്താ വാപ്പ നിങ്ങൾ ഇമാം ഷാഫിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഇമാം അഹമ്മദ് പറഞ്ഞു, മോനെ, ഇമാം ഷാഫി ദുനിയാവിന് സൂര്യനെ പോലെയാണ്, ശരീരത്തിന് ആഫിയത്ത് പോലെയാണ്. അത് രണ്ടിനും പകരം വെക്കാൻ മറ്റെന്താണുള്ളത്? സൂര്യന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല, ആഫിയത്തിന് പകരം വേറൊന്നുമില്ല. എങ്കിൽ അതുപോലെയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ, അവിടെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തേ പറ്റൂ എന്ന് ഇമാം അഹമ്മദ് സാക്ഷ്യപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ആ നിലക്കുള്ള വലിയ വലിയ പണ്ഡിതന്മാര് പോലും ഇമാം ഷാഫിയുടെ അറിവും കഴിവും മഹത്വവും എല്ലാം അവർ സാക്ഷ്യം വഹിച്ചത് ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രാവീണ്യം നേടിയ മേഖലകൾ ഒന്ന് ഹദീസാണ്. ഹദീസിൽ വലിയ അഗ്രഗണ്യനായി നബിയുടെ ഹദീസുകൾ വ്യത്യസ്തമായ പണ്ഡിതന്മാർ അദ്ദേഹം പഠിച്ചു. സനദും മത്തനും അടക്കം അതിൽ വലിയ പ്രാവീണ്യം അദ്ദേഹം നേടി. മറ്റൊരു ഫിഖ്ഹുൽ ഹദീസാണ്, ഹദീസിന്റെ കർമ്മശാസ്ത്രം. അത് അതുവരെ അറിയപ്പെടാത്തൊരു മേഖലയാണ്. ഒരു ഹദീസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇമാം അഹ്മദ് പറയുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും ഫിഖ്ഹുൽ ഹദീസ് അറിയുമായിരുന്നില്ല ഇമാം ഷാഫി ഇല്ലായിരുന്നുവെങ്കിൽ. ഇമാം ഷാഫി അത്ര വലിയ പ്രാവീണ്യമാണ് ആ രംഗത്ത് നേടിയത്. ഒരു ഹദീസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഹദീസിന് എന്തെല്ലാം നിയമങ്ങൾ കണ്ടെത്താൻ പറ്റും, ഏതെല്ലാം വഴിയിലേക്ക് ഹദീസ് വെളിച്ചം നൽകുന്നുണ്ട് എന്ന് അതിന്റെ കർമ്മശാസ്ത്രം അതിൽ വലിയ അഗ്രഗണ്യനായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലാ. അതുപോലെ ഉസൂലുകൾ, അടിസ്ഥാന തത്വങ്ങൾ, കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം പോലെയുള്ള ഉസൂലുൽ ഫിഖ് പോലെയുള്ള മേഖലകൾ അതിന്റെ തുടക്കം കുറിച്ച് തന്നെ ഇമാം ഷാഫിയാണ്. അതിന് മുമ്പ് ഉസൂൽ ഫിഖ് ഉണ്ട്, പക്ഷെ അത് വിജ്ഞാന ശാഖയായി മാറിയിട്ടില്ല. അതിലൊരു എല്ലാ അടുക്കും അതേപോലെ എല്ലാ നിബന്ധനകളും വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്രമായ വിജ്ഞാന ശാഖയാക്കി മാറ്റിയത് ഇമാം ഷാഫിയാണ്. അദ്ദേഹത്തിന്റെ റിസാല എന്ന ഗ്രന്ഥമാണ് ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ ഉസൂൽ ഫിഖിന്റെ കിതാബ്. അദ്ദേഹത്തിന്റെ 44-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ കിതാബ് എഴുതുന്നത്. റിസാല എന്ന കിതാബ് അദ്ദേഹത്തെ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഒരു ചെറിയൊരു അസുലുകൾ ഒന്ന് പഠിപ്പിച്ചു തരണം, ഒന്ന് വിശദീകരിച്ചു തരണം. ഖുർആനിന്റെ, ഹദീസിന്റെ, ഇജ്മാഇന്റെ, ഖിയാസിന്റെ പരസ്പരം വിരുദ്ധമായി വരുമ്പോൾ എന്തു ചെയ്യണമെന്നതിൽ ആമ ഖാസുകൾ, നാസിഖ് മൻസൂഖ്, ഒന്നും മറ്റൊന്ന് രൂപപ്പെടുത്തൽ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ എന്താണ് അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് താങ്കൾ ഇരിക്കുന്നത് വിശദീകരിച്ച് നൽകണമെന്ന് അബ്ദുറഹ്മാൻ മഹ്ദി റഹിമഹുല്ലാ ആവശ്യപ്പെടുകയും ആ ആവശ്യപ്രകാരം ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരു കത്ത് പോലെ എഴുതി കൊടുക്കുകയും ചെയ്താണ് കിതാബ് റിസാല. ഇത് കിതാബ് എഴുതാൻ തീരുമാനിച്ചൊന്നല്ല, അതിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതെല്ലാം എഴുതി കൊടുത്തു. എഴുതി കഴിഞ്ഞപ്പോൾ അത് കിതാബായി മാറി. അതാണ് ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ ഉസൂൽ ഫിഖിന്റെ കിതാബ്. ഉസൂൽ ഫിഖും ഉസൂൽ ഹദീസും രണ്ടും സംഗമിച്ച ഗ്രന്ഥമാണ് റിസാല എന്ന ഗ്രന്ഥം. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം മുസ്നി റഹിമഹുല്ലാ. ഇമാം ഷാഫിയുടെ സഹോദരി പുത്രനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഏറ്റവും പ്രഗത്ഭനാണ്. ഇമാം ഷാഫിയുടെ അറിവുകൾ പിന്നീട് ശേഷക്കാർക്ക് കൈമാറിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആള് ഇമാം മുസ്നിയാണ്. ആ ഇമാം മുസ്നി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഖറഅതു റിസാല 500 മറ. റിസാല എന്ന ഈ കിതാബ് ഞാൻ 500 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. 500 പ്രാവശ്യം ഈ കിതാബ് ഞാൻ വായിച്ചു. ഓരോ വായനയിലും എനിക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിച്ചു എന്ന് ഇമാം മുസ്നി റഹിമഹുല്ലാ ആ കിതാബിനെ പറ്റി പറയുന്നു. അതാണ് കിതാബ് റിസാലയുടെ മഹത്വം. അബ്ദുറഹ്മാൻ മഹ്ദിയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ മഹ്ദി പിന്നീട് പറയുന്നുണ്ട്, ഈ കിതാബ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. എനിക്ക് മനസ്സിലായി അല്ലാഹു തആല അദ്ദേഹത്തെ ഇതിനു വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അതിനുശേഷം ഫർളാവട്ടെ സുന്നത്താവട്ടെ ഏത് നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ ആ നിസ്കാരത്തിൽ മുഴുവനും ഇമാം ഷാഫിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ മഹ്ദി റഹിമഹുല്ലാ പറയുന്നു. ഈ കിതാബ് കിട്ടിയ ശേഷം നിസ്കരിച്ച മുഴുവൻ നിസ്കാരത്തിലും ഇമാം ഷാഫിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ മഹ്ദി റഹിമഹുല്ലാ പറയുന്നുണ്ട്. അത്ര വലിയ തൗഫീഖ് ലഭിച്ച ആളാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അതുപോലെ ഖുർആനിന്റെ നിദാനശാസ്ത്രം, ഉലൂമുൽ ഖുർആൻ, ഇതിലൊക്കെ വലിയ അഗ്രഗണ്യനാണ്. അറബി ഭാഷ, കവിത, ഇതെല്ലാം വലിയ പ്രാവീണ്യം. ധാരാളം കവിതകൾ ഇമാം ഷാഫിക്കുണ്ട്. അദ്ദേഹത്തെ കവിതാ സമാഹാരം തന്നെയുണ്ട്. ദീവാനുൽ ഇമാം ഷാഫി എന്ന പേരിൽ ഇമാം ഷാഫിയുടെ കവിതാ സമാഹാരം, ധാരാളം കവിതകൾ അദ്ദേഹം ചൊല്ലിയത് അതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് കവികളുടെ കവിത അദ്ദേഹത്തിന് കാണപ്പെടമായിരുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, ഓരോ വിഷയം വരുമ്പോഴും ഭാഷയുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വരുമ്പോൾ അതിനെല്ലാം അദ്ദേഹം തെളിവായി കവിതകൾ ഉദ്ധരിക്കുമായിരുന്നു. അതോടൊപ്പം അദ്ദേഹം അമ്പെയ്ത്തിൽ വലിയ പ്രാവീണ്യം നേടി. ഹുദൈദുകാർക്കിടയിൽ പോയി ശുദ്ധ അറബി പഠിച്ച കാലഘട്ടത്തിൽ അന്നത്തെ ആ ചെറുപ്രായത്തിൽ അദ്ദേഹം അമ്പെയ്ത്തും പഠിച്ചു. അമ്പെയ്ത്തും അദ്ദേഹം വലിയ പ്രാവീണ്യം നേടുകയും അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ 100-ൽ 100 നേടി അമ്പെയ്ത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അമ്പ് പോലും അതിന് ലക്ഷ്യം പഴക്കാതെ അത് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അമ്പെയ്ത്ത് അദ്ദേഹം വലിയ പ്രാവീണ്യമുള്ള ആളായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയ സേവനങ്ങൾ ചെയ്തു. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു വ്യത്യസ്തമായ മേഖലകളിൽ.
അദ്ദേഹം കിതാബ് എഴുതി, പ്രത്യേകിച്ച് ഫിഖ്ഹിൽ. അതേപോലെ ഫിഖ്ഹിന്റെ നിദാനശാസ്ത്രമായ ഉസൂൽ ഫിഖ്ഹിൽ എല്ലാം അദ്ദേഹം ധാരാളം കിതാബ് അദ്ദേഹം ചെറുതും വലുതുമായി അദ്ദേഹം എഴുതുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര രംഗത്തിൽ 49 വയസ്സുവരെയുള്ള അഭിപ്രായങ്ങളെയാണ് ഖദീമായ അഭിപ്രായം, പഴയ മദ്ഹബ് എന്നറിയപ്പെടുന്നത്. ഇമാം ഷാഫിക്ക് ഫിഖ്ഹിൽ 2 മദ്ഹബാണ്, 2 അഭിപ്രായങ്ങളാണ്. ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഫിഖ്ഹുൽ ഖദീം, അദ്ദേഹത്തിന്റെ പഴയ ഫിഖ്, പഴയ മദ്ഹബ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ 49 വയസ്സുവരെയുള്ള കാലഘട്ടമാണ്. അവസാനമായി അദ്ദേഹം ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങുന്ന ആ സമയം. പക്ഷെ ആ ഒരു അവസാന യാത്ര ഇദ്ദേഹം ഒരുപാട് പുതിയ അറിവുകൾ ലഭിക്കുകയും താൻ പണ്ട് മനസ്സിലാക്കിയ പലതും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിൽ പലതിലും നയം മാറ്റി പറയുകയും ചെയ്തു കർമ്മശാസ്ത്ര മേഖലയിൽ. അവസാനത്തെ 5 കൊല്ലം, 49 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള 5 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ അറിവുകളുടെ സമാഹാരമാണ് പുതിയ മദ്ഹബ് എന്നറിയപ്പെടുന്നത്. ഇന്ന് പൊതുവെ സ്വീകരിക്കപ്പെടുന്നത് പുതിയ മദ്ഹബാണ്. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുവെ സമൂഹത്തിലേക്കുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ ജദീദായ കൗല് എന്ന് പറയുന്ന പുതിയ കൗലുകൾ എന്നാണ്. പഴയ കൗലും പുതിയ കൗലും എതിരായാൽ പുതിയ കൗലാണ് സ്വീകരിക്കേണ്ടത്. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പഴയ കൗലാണ് കൂടുതൽ ശരി. അദ്ദേഹം പിന്നീട് പറഞ്ഞ അഭിപ്രായം അതല്ല ശരി എന്ന് പിന്നീട് വന്നവർ തിരുത്തി പറഞ്ഞതുമുണ്ട്. 23 മസലകൾ നബി ഇമാം റഹിമഹുല്ലാഹ് അങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിയുടെ പഴയ അഭിപ്രായമാണ് ശരി, പുതിയതല്ല. ഉദാഹരണമായി മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോക്കാൻ പറ്റുമോ? അയാൾ മരിച്ചു, അയാൾ നോമ്പ് ബാക്കിയുണ്ട്. നോമ്പ് ബാക്കി നിൽക്കുന്ന ഒരാൾ മരിച്ചാൽ ആ നോമ്പ് അയാളുടെ മറ്റുള്ളവർക്ക്, അയാളെ മക്കൾക്കോ മറ്റോ നോറ്റ് വിട്ടാൻ പറ്റുമോ? ഒരു ഹദീസുണ്ട്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസുണ്ട്, മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു എന്ന ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. മരിച്ചു, ഇവിടെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പ് അവന്റെ വലിയ നോറ്റുകൊള്ളട്ടെ എന്നൊരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹാണ്. ഈ ഹദീസിനെ പറ്റി ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആദ്യകാലത്ത് പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹല്ല, ദുർബലമാണ്, അതുകൊണ്ട് മയ്യിത്തിന് വേണ്ടി നോമ്പ് നോറ്റ് വിട്ടിട്ട് കാര്യമില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അത് അഭിപ്രായമുണ്ട്. പിന്നീട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ആ ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് വിട്ടാം. എന്നാൽ അവസാന സമയത്ത് അദ്ദേഹം വീണ്ടും മാറ്റി. അദ്ദേഹം പറഞ്ഞു അല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി, ആ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് തന്നെ മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോക്കാവതല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് വിട്ടിയാൽ പ്രയോജനമില്ല, കാരണം ഈ ഹദീസ് സ്വഹീഹല്ല എന്ന ധാരണയിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വഫാത്തായി പോകുന്നത്. എന്നാൽ പിന്നീട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് വന്നു, ഇമാം ബുഖാരി വന്നു, മറ്റു പണ്ഡിതന്മാർ വന്നു, അവർക്ക് പരിശോധന വിധേയമാക്കി, അവർക്ക് സ്വഹീഹാണെന്ന് വിധി എഴുതി. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്നെ സ്വഹീഹ് മുസ്ലിമിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വഹീഹ് ബുഖാരിയിലില്ല, ഇമാം മുസ്ലിമിൽ സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് വന്നത്. അപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ അവസാനത്തെ അഭിപ്രായം ഈ ഹദീസ് സ്വഹീഹ് അല്ല എന്നാണ്. യഥാർത്ഥത്തിലോ ഈ ഹദീസ് സ്വഹീഹാണ്. അപ്പൊ നബി ഇമാം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ പറഞ്ഞു ഇവിടെ ഇമാം ഷാഫിയുടെ പഴയ അഭിപ്രായമാണ് ശരി, അതേ പിന്നീട് മാറ്റിയത് അബദ്ധമായി പോയി, ഈ ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് മരിച്ച ആൾക്ക് വേണ്ടി അവരുടെ വലിയ ഇവിടെ മക്കളോ വാപ്പയോ ഉമ്മയോ ഭാര്യയോ ഭർത്താവോ കിട്ടാനുള്ള അടുത്ത ബന്ധുക്കൾക്ക് അവർക്ക് വേണ്ടി ആ നോമ്പ് നോറ്റുവിട്ടാവുന്നതാണ് എന്ന് ഈ ഹദീസ് പ്രകാരം പിന്നീട് നബി ഇമാമൊക്കെ വിധി എഴുതി. ഷാഫി മദ്ഹബ് പ്രകാരം ഇപ്പോഴും മരിച്ച ആൾക്ക് വേണ്ടി അങ്ങനെ നോമ്പ് നോറ്റുവിട്ടാം. സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോൾ അസ്ലാത്തു ഖൈറും എന്ന് പറയുന്നത് ഇഷ്ടമില്ല എന്ന ഇമാം ഷാഫിയുടെ അവസാനത്തെ അഭിപ്രായം. ആ വിഷയത്തിൽ ഹദീസ് അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടതായി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹദീസ് ബാങ്ക് ഉദ്ധരിച്ച ഒരാളും തന്നെ ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടില്ല, അതുകൊണ്ട് സുബ്ഹിയിൽ അസ്ലാത്തു ഖൈറും എന്ന് പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. പക്ഷേ അതല്ല ശരി, ആ ഹദീസ് സ്വഹീഹാണ്. അത് പിന്നീട് വന്നവർ തിരുത്തി ശറഹ് മുഹദ്ദബിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു ഇത് പറയുന്ന സുന്നത്തുണ്ട്, കാരണം ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം ഷാഫി എപ്പോഴും പറയുമായിരുന്നു എന്റെ വചനവും ഹദീസും എതിരായി വന്നാൽ നിങ്ങൾ ഹദീസാണ് സ്വീകരിക്കേണ്ടത്. ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ അതാകുന്നു എന്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫി ധാരാളമായി പറഞ്ഞ വചനമാണ്. മാത്രമല്ല എന്റെ ഖൗലും നബിയുടെ ഹദീസും എതിരായി കണ്ടാൽ ഫഅന റാജിഉൻ അൻഹാ ഫി ഹയാതി വബഅദ മമാതി, എന്റെ ജീവിതകാലത്താണെങ്കിലും ശരി എന്റെ മരണശേഷമാണെങ്കിലും ശരി ഈ അഭിപ്രായം ഞാൻ ഒഴിവാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ ഹദീസിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു എന്റെ ഹദീസ്, എന്റെ വചനം നബിയുടെ ഹദീസ് എതിരായി കണ്ടാൽ എന്റെ വാക്ക് നിങ്ങൾ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയുക, വഖുദൂ ബിൽ ഹദീസ്, ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ പഠിപ്പിച്ച ആൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ഒരു മസല ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യകർത്താവ് ചോദിച്ചു അത്ഖുലു ബിഹാ, താങ്കൾ അത് സ്വീകരിക്കുന്നുണ്ടോ ചോദിച്ചു. ആ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുണ്ടോ? ഇമാം ഷാഫി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്താ നീ മനസ്സിലായി, ഞാൻ വല്ല ചർച്ച നിറങ്ങി വരികയാണോ? നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറയാ, ഞാൻ സ്വീകരിക്കാതിരിക്കാൻ ഞാൻ എന്താ വല്ല ചർച്ചയിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അതിന് പ്രതികരിച്ചതെല്ലാം ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഹദീസുകൾക്കെതിരായി പോയാൽ തൊട്ടുപിറകിൽ വന്ന പണ്ഡിതന്മാർ തിരുത്തുകയും അവിടെ ഇമാം ഷാഫിക്ക് ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാടല്ല കൂടുതൽ ശരിയെന്ന് വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട്. പല വിഷയത്തിലും കാണാം. സ്ത്രീകളെ പെരുന്നാൾ കൊണ്ടുപോകൽ അദ്ദേഹം അവസാന അഭിപ്രായം അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഹദീസിലുണ്ട് 2 ഈദുകൾക്ക് സ്ത്രീകളെ കൊണ്ടുപോകണമെന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അപ്പൊ സ്ഥിരപ്പെട്ട ഹദീസാണോ അല്ലേ എന്ന് പറയാൻ ഇമാം ഷാഫിക്ക് തന്റെ ജീവിതകാലത്തിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല, മനുഷ്യരാണല്ലോ. പക്ഷെ ആ ഹദീസ് പിന്നീട് ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ചു, സ്വഹീഹി വന്നു, മുത്തഫഖ് അലൈഹി ഹദീസായി വന്നു. ഇമാം ഷാഫി പറഞ്ഞതോ സാബിത്താണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. സാബിത്താണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാർ പിന്നീട് പറഞ്ഞു ഫയുഖാലു അലൈഹി സബത്ത വറവാഹു ശൈഖാനി. ഇമാം ഷാഫി പറഞ്ഞത് സ്ഥിരപ്പെട്ട പറയുമായിരുന്നു ആണല്ലോ, സ്ഥിരപ്പെട്ടു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു. ഫലസിമ ഷാഫിഇയ്യ അൽ ഖൗലു ബി. അവർ ഷാഫികൾ ഇനി ഇത് പ്രകാരം പറയൽ നിർബന്ധമാണ് എന്ന് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലൊക്കെ ഈ ഈദൈനിയുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഹദീസ് വിഷയത്തിൽ, കർമ്മശാസ്ത്ര വിഷയത്തിൽ, കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ. അതോടൊപ്പം സംവാദങ്ങളിൽ അദ്ദേഹം വലിയ അഗ്രഗണ്യനായിരുന്നു. അന്നത്തെ എതിരാളികളുമായി അദ്ദേഹം സംവാദം നടത്താറുണ്ട്. മാത്രവുമല്ല സമ്മതിക്കുമെന്ന് മാത്രമല്ല ആ സംവാദത്തിൽ പ്രത്യേകമായി ശൈലി സ്വീകരിക്കുകയും അദ്ദേഹം ഒരിക്കലും സംവാദത്തിൽ ശബ്ദമുയർത്താറില്ല എന്നാണ്. എതിരാളികൾക്ക് നേരെ ശബ്ദമുയർത്താറില്ല. അദ്ദേഹം വളരെ പക്വമായി വളരെ മാന്യമായ ശൈലിയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ സംവാദത്തിൽ. അങ്ങ് അറിയപ്പെട്ട പതിവും ചരിത്രത്തിലുണ്ട്. പൊതുവെ സംവാദമാകുമ്പോൾ ദേഷ്യം പിടിക്കും, ഒച്ചമ്പാഹം ഉണ്ടാകും, മറ്റു തോൽപ്പിക്കാൻ നോക്കും, അത് സാധാരണയാണ്. പക്ഷേ ഇമാം ഷാഫിക്ക് ആ ശൈലി ഇല്ല. അതുപോലെ വന്നാലാണ് ഇമാം മുഗ്നി റഹിമഹുല്ലാ. ഇമാം മുഗ്നിയാണ് സംവാദത്തിൽ പുതിയ ശൈലി ലോകത്ത് സംഭാവന ചെയ്തത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംവാദം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പുഞ്ചിരിയാണ് എതിരാളികളെ പരാജയപ്പെടുത്തുന്നതാണ്. ഒരു എത്ര ചൂടായാലും അദ്ദേഹം ദേഷ്യപ്പെടും. ഇമാം ഇബ്നു തൈമിയ്യ അടക്കം ഇമാം മുഗ്നിയുടെ ആ ശൈലിയെ പ്രത്യേകം എടുത്തു പറയുകയും സംവാദ വേദികളിൽ പുതിയൊരു ശൈലി അദ്ദേഹം ലോകത്തേക്ക് തന്നെ സംഭാവന ചെയ്തു എന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് പലരും രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ആരുമായി സംവദിച്ചാലും അദ്ദേഹം തോൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവാറില്ല. ഹക്ക് വെളിപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അത് ഒന്നുകിൽ എന്റെ നാവിലൂടെ ആവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ ആവട്ടെ, രണ്ടായാലും കുഴപ്പമില്ല, ഹക്ക് വെളിപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവാറുള്ളൂ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാറുണ്ട്. സംവാദത്തിൽ അദ്ദേഹം തന്റെ സഹസംവാദകൻ അദ്ദേഹവുമായി സംവാദം കഴിഞ്ഞ് പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരു മസ്അലയിൽ നമ്മൾ തമ്മിൽ വിയോജിപ്പുണ്ട്, എന്നാൽ അതിനെ പേരിൽ നമ്മൾ തമ്മിൽ സാഹോദര്യം ഇല്ലാതാവേണ്ടതില്ല. നമ്മൾ തമ്മിൽ സാഹോദര്യം ഇല്ലാതാവേണ്ടതില്ല. വലൗ ഖാലഫ്നാ ഫീ മസ്അല, ഒരു മസ്അലയിൽ നമ്മൾ പരസ്പരം വിരുദ്ധ ചേരുകയാണെങ്കിലും ശരി, ബാക്കിയെല്ലാം ഒന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഉള്ള സാഹോദര്യം തകരേണ്ടതില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു എന്ന് കാണാൻ കഴിയും. ആ നിലയ്ക്ക് സംവാദ വേദികൾ അദ്ദേഹം ഒരു അഗ്രഗണ്യനാണ്. അന്ന് മുഅ്തസിലികളും അദ്ദേഹം സംവദിച്ചിട്ടുണ്ട്, വ്യത്യസ്ത വ്യക്തികളുമായി സംവദിച്ചിട്ടുണ്ട്. ഫിഖ്ഹിന്റെ മസ്അലകളിൽ പലരുമായും വൈജ്ഞാനികമായ ചർച്ചകൾ നിർവഹിച്ചതായും ഇമാം ഷാഫിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിൽക്കാലത്ത് പലരും ആ ശൈലി പിന്നീട് സ്വീകരിച്ചു. സംവാദങ്ങൾ അദ്ദേഹം പ്രത്യേകമായ ശൈലി സ്വീകരിക്കുകയും ആ സംവാദങ്ങൾ ഒരിക്കലും എതിരാളി പരാജയപ്പെടണമെന്ന താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. താൻ വിജയിക്കണമെന്ന താല്പര്യവുമില്ല, ഹക്ക് വിജയിക്കണമെന്ന് മാത്രമേ താല്പര്യമുള്ള. അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നസീഹത്ത് മാത്രമേ ഉള്ളൂ, സത്യം വെളിപ്പെടണമെന്ന ഗുണകാംക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയും അത് അദ്ദേഹത്തിന് സംവാദങ്ങൾ പ്രത്യേകമായി രേഖപ്പെട്ട ഒരു കാര്യവുമാണ്. അതോടൊപ്പം വലിയ വിനയവും താഴ്മയും തവക്കുലും ഇബാദത്തിലുമൊക്കെ അറിയപ്പെട്ടവരാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. അദ്ദേഹം രാത്രിയെ പൊതുവെ 3 ആക്കി തിരിക്കാറുണ്ടെന്നാണ്. നമ്മളൊക്കെ ഇപ്പോൾ രാത്രി ഒന്നാകെ ഉറങ്ങലില്ല. നമുക്ക് രാത്രി ഉറങ്ങിയിട്ട് പിന്നെ പകല് പിന്നെ ഉറങ്ങിയാലും മതിയാകണില്ല. അദ്ദേഹം രാത്രിയെ മൊത്തം 3 ആക്കി തിരിക്കും. ആദ്യത്തെ 3 അദ്ദേഹം ഹദീസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും. അതിൽ 3 ഭാഗം ഹദീസിന്റെ രചന, അതിന്റെ എഴുത്ത് ക്രോഡീകരണം, അതിനാണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ 3 അദ്ദേഹം പൂർണ്ണമായും നിസ്കരിക്കും. മൂന്നാമത്തെ 3 അദ്ദേഹം ഉറങ്ങും. ഇതാണ് അദ്ദേഹത്തിന്റെ ശൈലി. രാത്രി 3 ഭാഗം മാത്രമാണ് അദ്ദേഹം ഉറങ്ങാറുള്ളത്. ബാക്കി 2 ഇങ്ങനെ സേവനത്തിനും ഇബാദത്തിനും ഇൽമിനുമായി അദ്ദേഹം മാറ്റിവെക്കാറുണ്ട്. ധാരാളമായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴേക്ക് അദ്ദേഹം ധാരാളമായി ഖുർആൻ ഓത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. നേരത്തെ പറഞ്ഞു, നല്ല സുന്ദരമായ ഖിറാഅത്താണ്. ആ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ വരികയും അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹം ഖുർആൻ ഓതുകയും അത് കേട്ട് ധാരാളം ആളുകൾ കരയുകയും ചെയ്യുന്ന രീതികൾ പോലും അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ തവക്കുലും സുഹുദും അദ്ദേഹം അന്നത്തെ പല പണ്ഡിതന്മാരും അന്നത്തെ കാലത്ത് ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് കുറെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുന്ന പരിപാടി അന്ന് വ്യാപകമായിരുന്നു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അതിനൊന്നും പോയിട്ടില്ല. അദ്ദേഹം റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുകയാണ്.
അതേ അവസാനം ഈജിപ്തിലേക്ക് പോരുമ്പോൾ അദ്ദേഹം സുഹൃത്ത് നൽകുന്ന ഉപദേശമുണ്ട്. ഈജിപ്തിൽ ഇനി സ്ഥിരമായി താമസിക്കാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് യാത്ര അവസാനിപ്പിച്ച് ഈജിപ്തിലേക്ക് പോവാണ്. പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈജിപ്തിലേക്ക് എനിക്കറിയില്ല സൗകര്യത്തിന് വേണ്ടിയാണോ പോണത്, അല്ല അവിടെ ഭരിക്കാനാണോ ഞാൻ പോണത്, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടും കിട്ടി, അവിടെ സൗകര്യങ്ങൾ കിട്ടി, അവിടുത്തെ അദ്ദേഹം അവസാനം മരിക്കുകയും ചെയ്തുവെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശമുണ്ട്, നിങ്ങൾ പോകുമ്പോൾ ഒരു കൊല്ലമെങ്കിലും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണം. വേറെ ജോലിയും അങ്ങനെ ഒരു വരുമാനമൊന്നുമില്ലല്ലോ. നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു കൊല്ലം ഭക്ഷണം കഴിക്കാനുള്ള വക നിങ്ങൾ കൈവശം വേണം. അതേപോലെ അവിടുത്തെ ഭരണാധികാരികളുമായി ചില ബന്ധമുണ്ടാക്കി ഒരു ഇസ്സത്ത് നിങ്ങൾ നേടുകയും വേണം. അതേപോലെ ഞാൻ മദീനയിലൊക്കെ ജീവിച്ച കാലത്ത് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം പോലും എടുത്തുണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ പട്ടിണിടുന്നിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ ബേജാറിലാണ്. ഒരു ദിവസത്തെ ഭക്ഷണമില്ലാതെ കഴിഞ്ഞ കാലത്തും പട്ടിണി ഉണ്ടായിട്ടില്ല. അന്നും ഏതെങ്കിലും വഴിക്ക് അല്ലാഹു തആല റിസ്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ റബ്ബിൽ തവക്കുലാക്കി പോവുക എന്ന് അദ്ദേഹം സ്വീകരിച്ച നയമതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഭരണാധികാരികളുമായി അടുപ്പുണ്ടാക്കി അവരിൽ നിന്ന് ആനുകൂല്യം പറ്റി അങ്ങനെ ജീവിക്കുന്ന രീതി ഇമാം ഷാഫി റഹിമഹുല്ലാ സ്വീകരിച്ചു പോന്നിട്ടില്ല. എവിടെയും അദ്ദേഹം കണ്ടത് ഉറക്കെ തുറന്ന് പറയുമായിരുന്നു. അതോടൊപ്പം നബി കുടുംബത്തോട് വലിയ ആത്മബന്ധവും സ്നേഹവും അദ്ദേഹം നിലനിർത്തിപ്പോന്നു. നബി കുടുംബത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. അതുൻ നബി ഈ വസീലത്തി, അതുൻ നബി അവരാണ് എന്റെ വസീല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നബി ഖറാബത്തി വഹുമു ഇലയ്യ വസീലത്തി എന്ന് പറഞ്ഞ ഇമാം ഷാഫി റഹിമഹുല്ലാ നബി കുടുംബത്തെ പറ്റി അദ്ദേഹം കവിത പറഞ്ഞിട്ടുണ്ട്. അന്ന് ഷിയാക്കൾ കുറച്ചുള്ള കാലമാണ്. പൊതുവെ ഷിയാക്കളാണ് നബി കുടുംബത്തിന്റെ പേരും പറഞ്ഞ് വ്യാജമായി രംഗത്തിറങ്ങിയവർ. നബി കുടുംബത്തിന്റെ മഹത്വങ്ങളെ പറയും, സംഗതി ഒരു ഉദ്ദേശം വേറെയാണ്. അങ്ങനെ 9 ഷിയാക്കളെ പിടിച്ച കൂട്ടത്തിൽ 10ാമനായി ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടായി. ഷിയാക്കളെ പിടിച്ചപ്പോ ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഷിയയാണ് എന്ന് ഒരു തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടായി അദ്ദേഹത്തെ ഇറാഖിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ 34ാമത്തെ വയസ്സിൽ, ഇത് 184-ൽ 34ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇറാഖിലേക്ക് ഖലീഫയുടെ മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. കൂടെ കൊണ്ടുപോയ 9 ആളും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഒരു ഷിയാക്കളായിരുന്നു, അവരെ കുറ്റം തെളിഞ്ഞു, അവരെ അവിടെ വെച്ച് വാഴനിരയാക്കി. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ആ ഒരു സംസാര ശൈലിയും അദ്ദേഹത്തെ ഖലീഫ അഭിസംബോധന ചെയ്തപ്പോൾ ഖലീഫയ്ക്ക് അദ്ദേഹത്തോട് ചില ഒരു ആകർഷണം തോന്നുകയും അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾ തുടർന്ന് ഇദ്ദേഹത്തിന്റെ അറിവും കഴിവും ഒക്കെ ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇമാം ഷാഫി അവർ പിന്നെ വിട്ടയക്കുക ചെയ്യുന്നത്. അന്ന് ഇമാം ഷാഫിക്ക് 34 വയസ്സാണ്. അങ്ങനെ അദ്ദേഹം വന്ന് ഇറാഖിലെത്തി. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരുമായി കാണാൻ അവസരമുണ്ടായി, ധാരാളം അറിവ് നേടി. അപ്പൊ യഥാർത്ഥ അദ്ദേഹം പോയത് ഒരു കുറ്റവാളിയായി പിടിക്കപ്പെട്ടു പോയതാണെങ്കിലും അല്ലാഹു തആല ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴി അതിലൂടെ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ പിന്നീട് പറയുന്നുണ്ട്. ബാധൽക്ക് ചില അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബിൽ തവക്കുലാക്കി ആത്മാർത്ഥമായി ദീനിന് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തു. അവസാനം 49ാമത്തെ വയസ്സിൽ ഈജിപ്തിലേക്ക് മടങ്ങി. പിന്നെ അദ്ദേഹം യാത്ര പോയിട്ടില്ല. അദ്ദേഹത്തിന് പൈൽസ് ബാധിച്ച് ധാരാളമായി രക്തം വാർന്നു പോകുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. കണ്ടമായ രക്തം പോയി ശരീരമൊക്കെ ആകെ ക്ഷീണിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പിന്നീട് മാറി. അങ്ങനെ 5 കൊല്ലം അദ്ദേഹം ഈജിപ്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്ന അവസാനത്തെ 5 വർഷം. 54ാമത്തെ വയസ്സിൽ റജബ് അവസാനത്തെ ദിവസത്തിൽ രാത്രി ഇശാക്ക് ശേഷം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. എപ്പോഴും മരണത്തെ ഓർക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. അദ്ദേഹം ആരോഗ്യമുള്ള കാലത്ത് കൂടി പലപ്പോഴും പോകുമ്പോൾ ഒരു വടി കൈക്കുണ്ടാവുന്നതാണ്. അപ്പൊ ചോദിക്കുന്നത്, എന്തിനാ ഒരു വടി? കുത്തിപ്പിടിക്കാതാലും വടി വേണം, വയസ്സായിട്ടൊന്നുമില്ല, പിന്നെ എന്തിനാ വടി? ഒന്നല്ല, ഞാൻ മുസാഫിറാണ് എന്ന് ഒരു ഓർമ്മ ഉണ്ടാവാനാണ്. ദുനിയാവുന്നൊരു മുസാഫിറാണ്, ഒരു യാത്ര പോവുകയാണ്. അപ്പൊ ആ ഓർമ്മക്കാണ്, മറക്കാതിരിക്കാനാണ് ഒരു വടി കൈവശം എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചുപോലെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോരുമ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല റബ്ബെന്നെ കൊണ്ടുപോകുന്നത് സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ അല്ല അവിടുന്ന് മരിക്കാനും ഇതിണ്ടായിട്ട് അതിനുവേണ്ടി റബ്ബെന്നെ കൊണ്ടുപോകുകയാണോ എന്ന് എനിക്കറിയില്ല. രണ്ടും കിട്ടി. ഈജിപ്ത് അദ്ദേഹത്തിന് വന്ന പുതിയ സ്വീകരണം കിട്ടി. എല്ലാവരും അദ്ദേഹത്തെ ഏറ്റെടുത്തു. ധാരാളം സൗകര്യങ്ങൾ ലഭിച്ചു. കുറേയൊക്കെ അംഗീകാരങ്ങളും സാമ്പത്തിക ശേഷിയുമെല്ലാം ഉണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. റജബിൽ അവസാന ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അത് ആ സമയത്ത് അദ്ദേഹത്തെ ശിഷ്യൻ അങ്ങനത്തെ പറഞ്ഞ ഇമാം മുസ്ദി റഹിമഹുല്ലാ അദ്ദേഹം കാണാൻ വേണ്ടി വരുന്നുണ്ട്. സുഖമില്ല, പൈൽസ് ബാധിച്ച് രക്തമൊക്കെ വാർന്നൊഴുകി വല്ലാതെ അവശനായി ഒന്നിനും കഴിയാത്ത അവസ്ഥ അന്ന് എത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം കാണാൻ വരികയും കൈഫ് അസ്ബഹത, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഞാൻ ദുന്യാവിൽ നിന്ന് യാത്ര പോകാനായി എന്നാണ്. ദുന്യാവിൽ നിന്ന് പോകാറായി, എന്റെ കൂട്ടുകാരെയെല്ലാം പിരിയാറായി, മരണം ആസ്വദിക്കാറായി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല റബ്ബിന്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്റെ റൂഹ് സ്വർഗത്തിലേക്കാകുമോ പോവുക, അതല്ല നരകത്തിലേക്കാകുമോ പോവുക എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം അവസാനം അന്ന് ആ രാത്രി പറഞ്ഞ വാക്കുകൾ കാണാൻ കഴിയും. അദ്ദേഹം ധാരാളമായി കരയുകയും പടച്ചറബിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും അദ്ദേഹം ഒരു കവിതയിലൂടെ അദ്ദേഹം പടച്ചറബെ എന്റെ പാപങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ എന്റെ പാപങ്ങളും നിന്റെ അഫ്വും കൂടെ
ഞാൻ ഒത്തുനോക്കുമ്പോൾ നിന്റെ അഫ്വാണ് എന്റെ പാപങ്ങളെക്കാൾ എത്രയോ മഹത്വമുള്ളത്. അതുകൊണ്ട് ഈ സാധുവായ അടിമക്ക് നീ മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നിർവഹിക്കുകയും ആ രാത്രി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തുവെന്നാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമൂഹത്തിന് കൈമാറിയിട്ടാണ് പോകുന്നത്. 100-ലേറെ കിതാബുകൾ ചെറുതും വലുതുമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അഖീദയിൽ ഫിഖ്ഹിൽ, കർമ്മശാസ്ത്ര, നിദാനശാസ്ത്രമായ ഉസൂൽ ഫിഖ്ഹിൽ എല്ലാം വ്യത്യസ്തമായ കൃതികൾ അദ്ദേഹത്തിനുണ്ട്. പല വിഷയങ്ങൾ പ്രത്യേകമായ രചന അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ അഖീദ ശരിയായ അഹ്ലുസുന്നയുടെ അഖീദയായിരുന്നു. അഹ്ലുസുന്നയുടെ അഹ്ലുൽ ഹദീസിന്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് അസ്മാഉ സിഫാത്ത് വിഷയത്തിലൊക്കെ. റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങൾ അന്ന് മുഅ്തസിലികളും ജഹ്മികളും ജബരികളും ജഅദികളും ഖദരികളും എല്ലാം സജീവമായുള്ള കാലഘട്ടമാണ് ഇമാം ഷാഫി ജീവിച്ച കാലഘട്ടം. എന്നാൽ ആ പിഴച്ച അഖീദയിൽ നിന്നും പെട്ടുപോകാതെ ശരിയായ വിശ്വാസം തന്നെ സ്വീകരിക്കുകയും അഹ്ലുസുന്നയുടെ തനതായ വിശ്വാസം അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചു പോയത് കഴിയും. ധാരാളം ഗ്രന്ഥങ്ങൾ ഉമ്മത്തിന് കൈമാറിയിട്ട് അദ്ദേഹം പോയത് പടച്ച റബ്ബിന്റെ ഒരു കബൂലിയത്ത് ഇമാം ഷാഫിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പൊതുവെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. ബാക്കി അല്ലാഹു അഅലം. അദ്ദേഹത്തിന്റെ കൃതികൾക്ക്, അദ്ദേഹത്തിന്റെ അറിവുകൾക്കെല്ലാം വലിയ സ്വീകാര്യത കിട്ടുകയും ധാരാളം ശിഷ്യന്മാർ ഉണ്ടാവുകയും ആ ഇൽമ് ഇന്നും ലോകത്ത് വ്യാപകമായി അങ്ങനെ കൈമാറി പോവുകയും ചെയ്തുകൊണ്ട് ഇന്നും ഇമാം ഷാഫിയുടെ കിതാബുകൾ പഠിപ്പിക്കപ്പെടാത്ത മതസ്ഥാപനങ്ങളില്ല. ഇമാം ഷാഫിയുടെ പേര് പറയാത്ത മതവിദ്യാർത്ഥികളില്ല. ഇമാം ഷാഫിയെ അവലംബിച്ചുകൊണ്ട് ദീനു പറയാത്ത വേദികളില്ല. നമ്മുടെ ഈ ക്ലാസ് പോലും അദ്ദേഹത്തെ കുറിച്ച് സംസാരമായി മാറിയല്ലോ. അതൊക്കെ റബ്ബൊരാൾക്ക് ഒരു കബൂലിയത്ത്, ഒരു സ്വീകാര്യത നൽകുന്നുവെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളായി എണ്ണപ്പെടുന്ന കാര്യങ്ങളാണ്. ബാക്കി റബ്ബിനെ അറിയൂ, നമുക്ക് ആളെ കുറിച്ച് തീർത്ത് പറയാൻ സാധ്യമല്ല. ഹിജ്റ 204 തന്റെ 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഈജിപ്തിൽ അദ്ദേഹത്തെ മടമാടപ്പെട്ടു. ഇതാണ് മൊത്തത്തിൽ ഇമാം ഷാഫി റഹ്മയുടെ ഒരു ജീവിതത്തിന്റെ ഒരു ആകത്തുക. ഏതായിരുന്നാലും ധാരാളം വലിയ പാഠങ്ങൾ നമുക്ക് ആ മഹാനുഭാവനിൽ നിന്ന് പഠിക്കാനുണ്ട്. അതിന് ശേഷം വന്ന എല്ലാ പണ്ഡിതന്മാർക്കും ഇമാം ഷാഫിയുമായി ഒരു ബന്ധം, ഒരു കടപ്പാട് ഇല്ലാതിരിക്കില്ല എന്നാണ് പിന്നീട് വന്നവർ രേഖപ്പെടുത്തിപ്പോയത്. കാരണം എല്ലാം അദ്ദേഹത്തെ അറിവുമായി കണക്റ്ററാണ്. ഹദീസാണെങ്കിലും ഉസൂൽ ഹദീസാണെങ്കിലും ഫിഖ് ആണെങ്കിലും ഉസൂൽ ഫിഖ് ആണെങ്കിലും അതൊക്കെ ഇമാം ഷാഫിയുടെ അറിവുമായി കണക്ട് ചെയ്തുകൊണ്ടല്ലാതെ അത് ശേഷം പിന്നെ ഒരാളിലേക്കും അത് കൈമാറി പോന്നിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് വന്ന ആരും ഇമാം ഷാഫിയുമായി ആ വിഷയത്തിൽ കടപ്പെട്ടവരാകുന്നു. പ്രത്യേകിച്ച് നിദാനശാസ്ത്രങ്ങളിൽ, ഉസൂലുകളിൽ, ഖവായിദുൽ ഫിഖ്ഹിയ പോലെയുള്ള ഉസൂൽ ഫിഖ് പോലെയുള്ള മേഖലകളിൽ ഇമാം ഷാഫിയുമായി കടപ്പെടാത്ത ഒരാളും തന്നെ അതിനുശേഷമുള്ളവർ ഇല്ല. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രം പിന്നീട് ഒരു വലിയ പഠന വിഷയമായി മാറി. അത് വ്യത്യസ്തമായ പണ്ഡിതന്മാർ പിന്നീട് ഏറ്റെടുത്തു. അങ്ങനെയാണ് മദ്ഹബു ഷാഫി മദ്ഹബ് എന്ന പേരിൽ കർമ്മശാസ്ത്രത്തിൽ ഒരു മദ്ഹബ് തന്നെ പിന്നീട് രൂപപ്പെട്ടു വരികയും നവവി ഇമാമിനെ പോലെയുള്ള റാഫി ഇമാമിനെ പോലെയുള്ള വ്യത്യസ്തമായ പണ്ഡിതന്മാർ പിൽക്കാലത്ത് അത് കൈകാര്യം ചെയ്യുകയും ഗസാലി റഹിമഹുല്ല അതിന് കൃത്യമായ ഒരു ഊടുംപാവും ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുക വഴി ഷാഫി മദ്ഹബ് എന്നത് പിന്നീട് ഒരു മദ്ഹബായി രൂപപ്പെട്ടുവെന്നൊക്കെ ഇമാം ഷാഫിയുടെ കാലശേഷമാണ്. ഏതായിരുന്നാലും അള്ളാഹു ദീനിന് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ബാഹ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതിലെല്ലാം നമുക്ക് പാഠമുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൽ നിന്ന് സ്വീകരിക്കാൻ ഉള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്വീകരിക്കാൻ നാം പരിശ്രമിക്കുക. തെറ്റുപറ്റാത്ത ആരുമില്ല, എല്ലാവരും മനുഷ്യന്മാരാണ്. അമ്പിയാക്കൾ മാത്രമാണ് മഅസൂമീങ്ങൾ, തെറ്റുപറ്റാത്തവർ. അല്ലാത്ത ആർക്കും അബദ്ധങ്ങൾ വന്നേക്കാം, അബദ്ധമില്ലാത്ത ഒരാളും തന്നെ ഇല്ല. അത് സ്വാഭാവികമായി ഇമാം ഷാഫിക്കും വന്നേക്കാം. ആ വല്ല അബദ്ധവും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.